എലീശയുടെ ശിഷ്യൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ആരാം സൈന്യം മല മൊത്തം നിറഞ്ഞിരിക്കുന്നു. അപ്പം ആരാം സൈന്യത്തെ ഇവൻ കണ്ടല്ലോ. അപ്പൊ കണ്ണു തുറക്കാതെ കാണാൻ ഒക്കുവോ? അപ്പൊ ശത്രുവിനെ കണ്ടവൻ അയ്യോ യജമാനനെ നാം എന്ത് ചെയ്യും? അപ്പൊ അയ്യോ വിളിക്കുന്നവരുടെ പ്രത്യേകത എന്താ? പോരാട്ടവും ബന്ധനവും പിശാചിനെ കാണുന്നവന്റെ പ്രത്യേകത എന്തിനും അയ്യോ, അയ്യോ ഈ ലോൺ എങ്ങനെ അടയ്ക്കും, അയ്യോ ഈ കടം എങ്ങനെ മാറും, അയ്യോ ഇതെങ്ങനെ മാറും, അയ്യോ വിളിക്കുന്നത്. അപ്പോൾ എന്നാൽ കർത്താവിന്റെ ശബ്ദം പേടിക്കണ്ട. ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തെ കണ്ട് നീ ഭയപ്പെട്ട് കരയുന്നു, ആ വിഷയത്തിൽ ദൈവാലോചന പേടിക്കണ്ട. പേടിക്കണ്ട. ആ തലമുറ വിഷയത്തിൽ പേടിക്കണ്ട. ആ കടത്തിന്റെ വിഷയത്തിൽ പേടിക്കണ്ട. നിന്റെ ഭവനത്തിനകത്തുനിന്ന് ഏത് വിഷയത്തെ കണ്ട് ഭാരത്തോടെ വേദനയൊന്നു, ആ വിഷയത്തിലെ ദൈവാലോചന പേടിക്കണ്ട. പേടിക്കണ്ട. ഇന്ന് പകൽക്കാലം ചർച്ച ദൈവാത്മാവരെ നിന്റെ തലമുറ വിഷയത്തിൽ നീ പേടിക്കണ്ട. നിന്റെ കടത്ത് നീ ഏത് വിഷയത്തെ കണ്ട് നിന്റെ ഭവനത്തിനകത്ത് നിന്നെ ഭാരപ്പെടുത്തുക ഏത് വിഷയമാണോ, ദൈവം നിന്നോട് പറയുന്നു പേടിക്കണ്ട. ദൈവം നിന്നോട് പറയുന്നു പേടിക്കണ്ട. നീ ഒറ്റയ്ക്കല്ല. നമ്മോട് കൂടെയുള്ളവനേക്കാൾ, അവരോട് കൂടെയുള്ളവനേക്കാൾ അധികമാണ് നമ്മോട് കൂടെ. ഇന്ന് പകൽക്കാലം നിനക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തിയേക്കാൾ വലിയവനായ കർത്താവും അവന്റെ സൈന്യവും നമ്മോട് കൂടെയുണ്ട്. പേടിക്കണ്ട.